ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ആമിയും രേവതിയും കൂടി ഒരു റൂമിൽ കിടക്കുന്ന സമയത്ത് ആമിയോട് രേവതി സച്ചിയുടെ പഴയകാല രഹസ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആമി ഉറങ്ങി. രേവതി ഇങ്ങനെ പറയണം, എനിക്ക് മാത്രം അറിയില്ല, അത് കുറേ പേർക്കൊക്കെ അറിയാം, പക്ഷേ അത് എന്നോട് സച്ചേട്ടൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുറേ പ്രാവശ്യം സച്ചേട്ടനോട് ചോദിച്ചത്, ആമി സച്ചേട്ടൻ ഒഴിഞ്ഞു മാറുക ചെയ്തത്. ഞാൻ സച്ചേട്ടൻ്റെ ഭാര്യയല്ല, എനിക്കത് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ആമി ഒന്ന് പറ, ആമി എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ആമിയോട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ആമിയുടെ അടുത്ത് നനക്കൊന്നുമില്ലേ, ആമി ഉറങ്ങി, ആമി വിളിക്കുകയാണ്. അപ്പോൾ ആമി പറയും, ഉറക്കത്തിൽ ശല്യപ്പെടുത്താൻ രേവതി, ഞാൻ ഉറങ്ങട്ടെ പറഞ്ഞിട്ട് ആമി അങ്ങനെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ ആ രഹസ്യം രേവതി അറിയില്ല. അപ്പോൾ രേവതി മനസ്സിലാക്കണം, എന്തായാലും ഞാൻ ആ രഹസ്യം കണ്ടുപിടിക്കും എന്നിങ്ങനെ രേവതി വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ശ്രുതിയും കൂടിയിട്ട് മുറ്റത്തിക്കണം. ശ്രുതി കോലം വരയ്ക്കണം. അപ്പോൾ ശ്രുതി ചോദിക്കണം, എന്തിനാ ശ്രുതി ഇത്ര നേരത്തെ എന്നെ വിളിക്കുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് കോലം വരച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ശ്രുതി പറയണം, പറ്റില്ല ശ്രുതി, കോലം നേരത്തെ വരയ്ക്കണം. ഈ കോലം വരയ്ക്കണത് മാത്രമല്ല ഇപ്പം ഞാൻ ചെയ്യാറില്ല, അച്ഛമ്മ പോയതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറാറില്ലല്ലോ, ഈ ഒരു ഡ്യൂട്ടി ഏറ്റെടുത്താൽ പിന്നെ അടുക്കളപ്പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതാകുമ്പോൾ വേലാണ് കണ്ട, വെറുതെ ഇരുന്ന് വരയ്ക്കല്ലേ വേണ്ടു, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്നൊക്കെ ചോദിക്കണം. നല്ല ബുദ്ധി തന്നെ പറയുമ്പോൾ പെട്ടെന്ന് പിന്നുന്ന ആരോ ചോദിക്കണം, ഞാൻ അച്ഛമ്മയെ വിളിച്ച് പറയട്ടെ അത് ചോദിക്കണം. നോക്കുമ്പോൾ വേറെ ആരുമില്ല, ആമിയാണ്. നിങ്ങളുടെ കള്ളത്തരൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ അച്ഛമ്മയെ വിളിച്ച് പറയട്ടെ ചോദിക്കുമ്പോൾ, എന്ത് കള്ളത്തരം, ഞാൻ കോലം വരയ്ക്കുന്നത് കാണില്ല, എങ്ങനെയാണോ കോലം വരയ്ക്കുക, ഇതിന് കോലം വരയ്ക്കുക എന്നാണോ പറയുക, ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതിന് കോലം വരയ്ക്കാന്നല്ല പറയുക, ഇതിന് ഇത് എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയാണ്. ആയിക്കോട്ടെ, എനിക്ക് അറിയണ പോലെ ഞാൻ വരയ്ക്കണം എന്നൊക്കെ പറയണം ശ്രുതി ആമിയോട്. അപ്പോൾ ആമി ചോദിക്കും, നിങ്ങളുടെ രണ്ടെണ്ണത്തിനും കള്ളത്തരം ഞാൻ അച്ഛമ്മോട് പറയട്ടെ, എനിക്കൊന്നും അറിയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം, എൻ്റെ മുഖത്തേക്ക് നോക്കുക, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ രണ്ടാൾക്കൊരു പരിങ്ങലൊരു CIDയുടെ മുമ്പിൽ പെട്ട പോലത്തെ അവസ്ഥയാണല്ലോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ശ്രുതിയുടെ കൈയൊക്കെ വരയ്ക്കുകയാണ് കോലം വരയ്ക്കുമ്പോൾ. അപ്പോൾ പറയാം, എന്താ ശ്രുതിയുടെ കൈ വരയ്ക്കണ്ടല്ലോ എന്നൊക്കെ പറയാണ് ആമി. അപ്പോൾ ശ്രുതി പറയാണ്, എൻ്റെ കൈ വരയ്ക്കണമെന്നില്ല, അത് നിനക്ക് തോന്നണതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശരി എൻ്റെ ആമി അകത്തേക്ക് പോവാണ്. ആമി അകത്തേക്ക് പോയിട്ട് ഈ സമയത്ത് സച്ചി രേവതിയും കൂടി സച്ചിയുടെ റൂമിലിരിക്കണം. അപ്പോൾ പറയണു, ഞാൻ ഇന്നലെ കണ്ണിൻ്റെ പോളടച്ചിട്ട് വേണ്ട സച്ചി, എന്താ സച്ചിയേട്ടാ കാരണം ചോദിക്കുമ്പോൾ, നീ അടുത്തില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ രേവതി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയും, ശരിയാ, എൻ്റെ അവസ്ഥയും തിരിച്ചൊന്നല്ല ഉണ്ടായിരുന്നു, ഞാനും ഉറങ്ങിയിട്ടില്ല, എനിക്ക് സച്ചിയേട്ടൻ അടുത്തില്ലാണ്ട് പറ്റില്ല, ഇനിയിപ്പോൾ ഒരു 10-15 ദിവസം ആമി പോണവരെ തന്നെയാവില്ല അവസ്ഥ എന്നൊക്കെ ചോദിക്കണം സച്ചി. അതേന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ആമി വരുന്നു, വെള്ളത്തിൽ സ്ലിപ്പായിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് പോണ സമയത്ത് സച്ചി ഓടി വന്നിട്ട്, അയ്യോ ആമി വീഴല്ലേ പറഞ്ഞിട്ട് ആമീനെ പോയിട്ട് താങ്ങി പിടിക്കണ സമയത്ത് ആമി ഇങ്ങനെ സച്ചിയുടെ കയ്യിൽ കിടക്കുമ്പോൾ രേവതിക്ക് അത് സഹിക്കുന്നില്ല. രേവതി സച്ചിട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിക്കുമ്പോൾ സച്ചി പെട്ടെന്ന് ആമീനെ താഴ്ത്തിടുമ്പോൾ തണ്ടിൽ തല്ലിയിട്ട് ആമി നിലത്ത് വിടുക, അയ്യോ എൻ്റെ നടു പോയി എന്ന് പറഞ്ഞിട്ട് കരയാണ്. എന്നിട്ട് എഴുന്നേറ്റ്, നീ എന്താടാ നീ എന്നെ ചെയ്തേ, നീ എന്നെ താഴ്ത്തി തട്ടിയിട്ടൂലേ, നീ എന്ത് പണിയുടെ ചെയ്ത് ദുഷ്ട, നീ എന്നെ ഉപദ്രവിക്കാനല്ലേ, നീ എന്നെ മനഃപൂർവ്വം ഇതാക്കാൻ വേണ്ടിയിട്ടല്ലെന്നൊക്കെ വെച്ചിട്ട് ആമി ചെന്ന് സച്ചിയുടെ കവള് പിടിച്ചിട്ട് പീച്ചുമ്പോൾ ശ്രീകാന്ത് വന്നിട്ട് പറയും. അപ്പോൾ രേവതി പറയണ്ട, ആമി വീട് പറയണ്ട, പക്ഷെ ആമി കേൾക്കുന്നില്ല. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് പറയാം, ആമി ചേച്ചി സച്ചേട്ടൻ പിടിച്ചോണ്ടല്ലേ ആമി ചേച്ചിക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ആമി ചേച്ചി ഇപ്പം നടു പൊളിഞ്ഞ് വീണേനെ ഇവിടെ, സച്ചേട്ടൻ പിടിച്ചോണ്ട് മെല്ലല്ലേ വീണുള്ളൂ ആമി ചേച്ചി, അതിന് സച്ചേട്ടനോട് താങ്ക്സ് അല്ലേ പറയേണ്ടത്, ഇങ്ങനെ ഉപദ്രവിക്കുകയാണ് വേണ്ടത് ചോദിച്ചിട്ട് ശ്രീകാന്ത് രംഗത്ത് വരികയാണ്. അപ്പോൾ ആമി പെട്ടെന്ന് നിർത്തിയിട്ട് അങ്ങനെ സച്ചിനെ നോക്കിയിട്ട് മുഖത്തോട് നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയണം, താങ്ക്സ് ഡാ എന്ന് പറയണം. പക്ഷേ ഇതൊന്നും സഹിക്കാത്ത ഒരാൾ അവിടെ കണ്ട് വേറെ ആരുമില്ല, നമ്മുടെ രേവതിക്ക് താങ്ങിപ്പിടുത്തും രാമിയുടെ കിടത്തും ഒന്നും രേവതിക്ക് സഹിച്ചിട്ടില്ല. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതിയും കൂടിയിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതി വരുമ്പോൾ ശ്രുതി പറയണത്, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആകെ 2 പേരുകളല്ല, ഒന്ന് നീലിമ ഒന്ന് ആമി. അപ്പോൾ ശ്രുതി പറയുമ്പോൾ, അങ്ങനെയല്ല ശ്രുതി, എനിക്കിപ്പോൾ പേടി സ്വപ്നങ്ങളായിട്ടുള്ള പേരുകളായി നീലിമയും ആമി, ഇവരുടെ 2 പേരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയണില്ലല്ലോ, എങ്ങനെയെങ്കിലും ആമീനെ ഇവിടുന്ന് തുരത്തണം എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയും, അതിനുള്ള ഐഡിയ ഒക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ശ്രുതി. എന്താ ഐഡിയ, ആമി വീഴാൻ പോയപ്പോൾ സച്ചി താങ്ങി പിടിച്ചപ്പോൾ രേവതിയെ ശ്രദ്ധിച്ചായിരുന്നു, ഞാനെന്തിനാ അവളെ ശ്രദ്ധിക്കണം, രേവതിയെ ശ്രദ്ധിച്ച ഏതൊരു ഭാര്യയ്ക്കും പറ്റാത്തൊരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത്, ആമീനെ താങ്ങിയിട്ടുള്ള സച്ചിയുടെ നിപ്പ് രേവതിക്ക് സഹിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഒരു കളി കളിക്കാൻ പോകണേ, രേവതിയുടെ മനസ്സിൽ ആമിയെ പറ്റി ആവശ്യമില്ലാത്ത എന്തെങ്കിലും കയറ്റിക്കഴിഞ്ഞാൽ രേവതി തന്നെ ആമിയെ പറഞ്ഞു വിട്ടോളും, പിന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാണ് ശ്രുതിയോട്. ഞാൻ നോക്കിക്കോ, ഞാൻ അത് വെച്ച് കളിക്കാൻ പോവാണെന്നൊക്കെ പറയണം. നല്ല ഐഡിയ എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി അങ്ങനെ അവർ 2 പേരും കൂടിയിട്ട് ആമിയെ തുരത്താൻ വേണ്ടി രേവതിയോട് അവൾക്ക് വേണ്ടി പാര പണിയാനുള്ള തയ്യാറെടുപ്പാണ് ശ്രുതി.
അത് കഴിഞ്ഞു. ഈ സമയത്ത് രേവതിയുടെ റൂമിൽ സച്ചിനെ വിളിച്ചിട്ട് രേവതി പറയണം, എന്താ ചെയ്ത നിങ്ങളെന്താ ചെയ്ത ഞാൻ ആമി വീഴാൻ പോയപ്പോൾ പിടിച്ചു എന്ന്. അവളെ നിങ്ങളെന്തിനെ പിടിക്കണം, പിന്നെ അല്ലാണ്ട് നിലത്ത് വീഴില്ലേ, എന്നിട്ട് നിങ്ങളെന്തിനെ താഴ്ത്തിട്ട്, അത് നീ വിളിച്ചപ്പോൾ പേടിച്ച് താഴ്ത്തിട്ട, ഞാൻ വിളിക്കുമ്പോഴേക്കും താഴ്ത്തിട്ടാണ് ചെയ്യുക, അവളുടെ തണ്ടലോട് ഞാൻ എന്ത് ചെയ്യും. ഇപ്പം നീ എന്താ പറയണത്, എല്ലാം നീ തന്നെയാണല്ലോ പറയണതെന്നൊക്കെ പറയണം. നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ അവളെ പിടിച്ചു അല്ലേ, എനിക്കിങ്ങനെ തലയ്ക്ക് ഭ്രാന്തുണ്ട്, മര്യാദയ്ക്ക് ഏത്തട് എന്തിന്, നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ ഏത്തട്ടേ പറ്റൂ, ഏത്തടേ, അതെന്താ ആവശ്യം, ഞാൻ ചെയ്ത തെറ്റെന്താ, എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് സച്ചിയേട്ടാ, ഏത്തട് പറയണം. 50 തവണ എത്തണം മനെ. അപ്പോൾ സച്ചി, അയ്യോ ഇവിടെ ആരുമില്ല, എന്നെ രക്ഷിക്കാമെന്ന് ചോദിച്ചിട്ട് വിളിക്കുമ്പോൾ ആരും വരില്ല, മര്യാദയ്ക്ക് എത്തട്ടെ പറയണം. അങ്ങനെ സച്ചി രേവതിയുടെ മുമ്പിൽ നിന്നിട്ട് എണ്ണിയിടാണ് 50 ഏത്തം. അപ്പോൾ രേവതിക്ക് അത് കാണുമ്പോൾ ചീ വരുന്നുണ്ട്. 50ാമത്തെ ഏത്തിട്ട് കഴിഞ്ഞിട്ട് സച്ചി പറയണം, ഞാൻ ഇട്ടു, ഇനി എനിക്ക് ഇവിടുന്ന് പൊക്കൂടെ ചോദിക്കുമ്പോൾ പൊക്കോ എന്ന് പറയണം. അങ്ങനെ സച്ചി പോണ കാണുമ്പോൾ രേവതി ചിരിക്കുകയാണ്. രേവതി ചിരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് രേവതി ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന സമയത്ത് ആമിയുടെ റൂമിലേക്ക് വരുമ്പോൾ ആമി എന്തോ ആലോചിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി എന്താ ആലോചിച്ചിരിക്കുന്ന, ഈശ്വര ഇവളിനി സച്ചേട്ടൻ എടുത്തത് ഒക്കെ വീഴാൻ പോയപ്പോൾ പിടിച്ചതൊക്കെ ആവോ, സ്വപ്നം കണ്ടാവോ, ഇങ്ങനെ ചെന്നിട്ട് ആമി ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ചെന്നിട്ട് ഒരൊറ്റ അടി കൊടുക്കും ആമി വിളിച്ചിട്ട്. എന്തിനാ രേവതി കുട്ടി എന്നെ അടിച്ചേ ചോദിക്കുക. അപ്പോൾ പറയും, അല്ല ആമി സ്വപ്നം കാണുകയാണെന്ന് ആലോചിക്കാൻ, അല്ല ഞാൻ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ഓർക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ എന്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആമി പറയും, അല്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, സച്ചി എന്നെ പിടിച്ചത് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നൈസ് ക്യാച്ചായിരുന്നു, അതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരി വന്നതാണ് രേവതി പറയും. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടത് കാണുമ്പോൾ. പറഞ്ഞിട്ട് രേവതി, ദൈവമേ ഇവളെൻ്റെ സച്ചിയേട്ടനെ സ്വപ്നം കാണാൻ തുടങ്ങിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് രേവതി ഇങ്ങനെ സങ്കടത്തോടുകൂടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് നമ്മുടെ ആരുടെ എൻട്രി, ശ്രുതിയുടെ എൻട്രി, പാര വയ്ക്കാൻ കാത്തൊരു അവസരം കാത്തിരിക്കുന്ന ശ്രുതിയുടെ എൻട്രി. ആ സമയത്താണ് ശ്രുതി വന്ന ശേഷം എന്താ രേവതി ആലോചിക്കണം, രേവതിക്ക് മനസ്സിൽ വിഷമമുണ്ടാവില്ല. രേവതി കണ്ടില്ലേ സച്ചി ആമീനെ പിടിക്കണത്, എന്തൊരു അവൾ കാട്ടിക്കൂട്ടണ, അവൾ സച്ചിയുടെ കളിക്കൂട്ടുകാരിയാന്ന് പറയണേക്കാട്ടിൽ എനിക്കിഷ്ടം ഇവർ പണ്ട് പ്രേമിച്ചിരുന്നോ എന്ന് എന്നൊരു സംശയം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരുടെ കാട്ടിക്കൂട്ടലൊക്കെ അങ്ങനെ, അവൾ ഇത്തിരി ഓവറല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കാണ് രേവതിയോട്. അപ്പോൾ രേവതി, അതിപ്പോൾ സച്ചിയേട്ടൻ്റെ കൂട്ടുകാരിയല്ല, സച്ചിയേട്ടൻ്റെ കൂട്ടുകാരി രേവതിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ചവിട്ടി അവളെ, അയ്യോ കാലുകൊണ്ട് വേണ്ട കൈകൊണ്ട് നല്ല തല്ലു കൊടുത്താലും മതി രേവതി, ഇത് അനുവദിച്ചു കൊടുക്കരുത്. ഒരു ഭാര്യമാരെ സഹിക്കാൻ പറ്റില്ല, രേവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്, എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല, രേവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. രേവതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് സച്ചി ഇങ്ങനെ ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ശ്രുതിനെ അവളെ ഇടിച്ച് പപ്പടാക്കിയിട്ടുണ്ടാവും ഞാൻ. ഒരു കാര്യം ചെയ്യണം, അവളിവിടെ നിൽക്കണത്തോളം നിങ്ങളുടെ ലൈഫിന് അത് ആപത്താണ് രേവതി. ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് തുരത്തണം രേവതി, അതാണ് നമുക്ക് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളിവിടെ നിൽക്കണം, ഓരോ നിമിഷവും നിൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കും. നീ തന്നെ ആലോചിച്ച് നോക്കുക, അവൾ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൊണ്ടു, ഇത്തിരി ഓവറല്ലേ അവൾ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ആമിക്കെതിരെയുള്ള കരുക്കൾ ഇങ്ങനെ നീക്കണം. ആമീനെ എത്രയും പെട്ടെന്ന് അവളെ തുരത്താൻ രേവതിനെ ഒരു ആയുധാക്കാനുള്ള ശ്രമത്തിലാണ് ശ്രുതി. എന്നിട്ട് പറയാം, രേവതി ഞാൻ നിന്നെ റൂമിലേക്ക് കൊണ്ടുപോയേക്കാം, വേണ്ട ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ പറയണം. ആലോചിച്ച് അവളെ തുരത്താനുള്ള മാർഗ്ഗങ്ങൾ പെട്ടെന്ന് ആലോചിച്ചു. പക്ഷേ ഒന്നുണ്ട്, കുറേ വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകണം. ശ്രുതി പോകുമ്പോൾ രേവതി, ഈശ്വര ശ്രുതി പറഞ്ഞ സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി വാതിലിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ എത്തി നോക്കാം, എൻ്റെ ഐഡിയ ഫലിച്ചു എന്നിങ്ങനെയുള്ള ഭാവത്തിൽ ശ്രുതി വാതിലിൻ്റെ അവിടെ നിന്നിട്ട് അവൾ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ രേവതിനെ നോക്കിയിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രേവതിയുടെ മനസ്സിലൊരു കനൽ കോരിയുടെ ശ്രുതിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എന്നിട്ട് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീണ്ടും പറയാം, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടു കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, താങ്ക്